ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ലീഡേഴ്സിൻ്റെ ധ്യാനം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി, അത് കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം പിന്നെ ആദ്യമായിട്ട് ഒരു വചനം പറയുന്നത് നിങ്ങളോടാണ് കേട്ടോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പിന്നെ എന്താ പറയാനുള്ളത്, നിങ്ങളോട് വിശേഷമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഒരു സന്തോഷമില്ല. പിന്നെ വിശേഷം നാളെ വെള്ളിയാഴ്ച നമുക്ക് ഏകദിന ധ്യാനം വട്ടാരശ്ശേരിയുണ്ട്. പിന്നെ ശനിയാഴ്ച ബഹുമാനപ്പെട്ട സിസ്റ്റർമാർക്ക് വേണ്ടി ധ്യാനമാണ്. 400ഓളം സിസ്റ്റേഴ്സ് ധ്യാനിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതിന് വേണ്ടി പ്രാർത്ഥന നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ. വല്ല കുഴപ്പം സംഭവിച്ചാൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ് നമ്മൾ നിശബ്ദത പാലിക്കേണ്ടത്? തലക്കെട്ട് എന്താ? ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിശബ്ദത പാലിക്കണം. അപ്പോൾ ഏത് പ്രശ്നം എന്നുള്ളതല്ലേ പറഞ്ഞുതരാം. അതായത് ചിലപ്പോഴൊക്കെ ആൾക്കാരോട് നമ്മളോട്, എടാ നിനക്ക് ആ സമയത്തൊന്ന് മിണ്ടാണ്ടിരുന്നപ്പോൾ വെറുതെ എന്തിനു പറയാൻ പോയത് എന്നൊക്കെ ചിലപ്പോൾ പല ആൾക്കാരോട് പറയും. നീ ഒന്ന് മിണ്ടാതിരിക്കേണ്ട വച്ചേ. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള സംഭാഷണങ്ങൾ കുടുംബത്തിലല്ലാതെയൊക്കെ വരുന്നവരാണ്. സുഭാഷണം 30-32 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ. നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഭോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ നീ നിശബ്ദത പാലിക്കണം. അപ്പോൾ എപ്പോഴാണ് നിശബ്ദത പാലിക്കേണ്ടത്? നീ നിന്നെ തന്നെ പുകഴ്ത്തുന്നവനാണെങ്കിൽ അപകടമുണ്ട്. നീ നിന്നെ തന്നെ പുകഴ്ത്തുന്നവൻ ഭോഷത്വം കാണിക്കുന്നവനാണ്. ഭോഷത്വം കാണിക്കുന്നു. ആരാണ് ഭോഷൻ? ഭോഷൻ എന്ന് പറയുന്നത് ദൈവമില്ലാത്തവനാണ്, ദൈവവിചാരമില്ലാത്തവനാണ് ഭോഷൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വാസ്തവത്തിൽ നീ നിന്നെ എന്നാനത് പരിപാടികൾ നടത്തിയില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ഇങ്ങോട്ട് പുകഴ്ത്തി പറയുമ്പോൾ വാസ്തവത്തിൽ സഹോദരങ്ങളെ, ഭോഷനായ ധനികനെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കറിയാം. സങ്കീർത്തന പുസ്തകത്തിൽ ഭോഷൻ എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറയുന്നവനാണ്. അവനങ്ങനത്തെ വിചാരമില്ല. അവൻ സ്വന്തം മൈറ്റിലും സ്വന്തം പവറിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പം നീ നിന്നെ തന്നെ പുകഴ്ത്തുന്ന ഒരു ശീലമുണ്ടെങ്കിൽ, നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്ന ശീലമുണ്ടെങ്കിൽ അപകടമുണ്ട്. നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഭോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളം ഒരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ പറഞ്ഞ് എന്നാണെന്നറിയോ, അതിനകത്ത് മറ്റുള്ളവരൊക്കെ തമ്മിൽ അടുപ്പിച്ച്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയാതിരുന്ന പല പ്രശ്നങ്ങളും ഒഴിവാകും. ശരിയല്ലേ? ഇത് നമ്മളിങ്ങനെ കൂട്ടിക്കൊടുത്ത് അങ്ങനെ പറഞ്ഞ് തിരുമ്മി പറഞ്ഞ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യാന്നറിയോ? അപ്പം അങ്ങനത്തെ എന്നെ തന്നെ പുകഴ്ത്താൻ ചിന്ത വരുമ്പോൾ എന്തെന്നറിയോ? നിശബ്ദത പാലിക്കണം. അങ്ങനെ നീ ഒന്ന് ബലം പിടിച്ച് പരിശീലിച്ച് നീ നോക്കിയേ, ആ ബൈബിൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹവും നമ്മളിലേക്ക് വരും. കർത്താവായ ഈശോ ഇവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് ഈ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞവരെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് തന്നെ പുകഴ്ത്തുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ. കർത്താവ് എളിമപ്പെട്ട് മറഞ്ഞിരിക്കാനുള്ള അഭിഷേകം, ഉപ്പാകാനുള്ള അഭിഷേകം നിറയട്ടെ. കർത്താവ് ഈശോയെ തിന്മയ്ക്ക് കളമൊരുക്കുന്നവനാണെങ്കിൽ ആ ഒരു തിന്മയുടെ അരിവ് വിട്ടുപോട്ടെ. കർത്താവ് ഈശോയുടെ നാമത്തെ ഇവരെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.